101 ചോദ്യങ്ങൾ അല്ലേ, അതിനാണ് അവാർഡ് കിട്ടിയത്, നാഷണൽ അവാർഡ്. പ്രതീക്ഷിച്ചിരുന്നോ? അത് പ്രതീക്ഷിക്കാനും മാത്രമുള്ള പ്രായമൊന്നും എങ്ങനെയാണ് ഈ സിനിമയിലോട്ട് വന്നേ? സിദ്ധാർത്ഥ് ശിവ എന്നാണ് ഡയറക്ടറിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനൊക്കെ എൻ്റെ അച്ഛൻ്റെ വളരെ അടുത്തൊരു ഫ്രണ്ടായിരുന്നു. ഞങ്ങൾ ഒരിക്കലും വീട്ടിൽ വന്നപ്പോൾ കാഷ്വലായിട്ട് ചുമ്മാ ചോദിച്ചാണ്, ഞാനൊരു സിനിമ എടുക്കുന്നുണ്ട് പോരുന്നെന്ന് ചോദിച്ചു. അന്ന് വളരെ പൊടി പ്രായമായിട്ടോ, നമുക്ക് ഈ പറയുന്ന പോലെ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം. എത്ര പ്രായമുണ്ട്? ഇപ്പം എനിക്ക് 22 വയസ്സുണ്ട്. 22. അന്ന് പൊടി എന്ന് പറയുമ്പോൾ എത്ര? ഒരു 10 വയസ്സ്, 11 വയസ്സ്. 10 വർഷം മുമ്പാണ്. 10-12 വർഷം മുമ്പാണ്. 12 വർഷം. പിന്നെ ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഷൂട്ട് തുടങ്ങുന്നത്. അപ്പം എനിക്കറിയില്ലായിരുന്നു അതൊരു ക്ഷണമായിരുന്നു എന്നൊന്നും. അങ്ങനെ ഞാൻ സിനിമാക്കാരനായി. അതിനുശേഷം 10-20 ചിത്രങ്ങളിൽ അഭിനയിച്ചല്ലേ? 30ഓളം സിനിമ. 30ഓളം. അത് ശരി. ഇപ്പൊ റിലീസായ ചിത്രങ്ങൾ ഏതാണ്? അവസാനം റിലീസായത് ഹോം റിലീസായി. അതിന് 4 എന്ന് പറയുന്ന ഒരു സിനിമ റിലീസായിരുന്നു. ഈ ഹോമിന് അവാർഡൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് മിനോൺ ഒരുപാട് പ്രതിഷേധിച്ചെന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ പ്രതിഷേധിച്ചിട്ടുണ്ടായില്ലായിരുന്നു. അല്ല, അങ്ങനെ വാർത്താവിന് മാത്രമുള്ള രീതിയിലൊന്നും ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു മേശയുടെ ചുറ്റും കൂടിയിരുന്ന് 4-5 പേര് തീരുമാനിക്കുന്ന അല്ല വലുത്, മറിച്ച് ജനോപലക്ഷങ്ങൾ കണ്ടിട്ട് അവര് തരുന്ന കയ്യടിയാണ് ഏറ്റവും വലിയ നാഷണൽ അവാർഡ്. നിങ്ങൾ എത്ര പേരാണ്? എനിക്കൊരു അനിയത്തിയുണ്ട്, അച്ഛൻ, അമ്മ, ഞങ്ങൾ 4 പേരുള്ള സന്തുഷ്ട കുടുംബം. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഈ സിനിമ അഭിനയം ഇരിക്കട്ടെ, ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നിലവിൽ വരയാണ്, ആർട്ടിസ്റ്റാണ്. ഞാൻ വീട്ടിലിരുന്ന് ഇപ്പോൾ ഒരു കുഞ്ഞു സ്റ്റുഡിയോ പോലെ. എങ്ങനെയാണ് ഈ വര വന്നത്? എനിക്ക് കിട്ടിയതോ? അച്ഛനും അമ്മയൊക്കെ ആർട്ടിസ്റ്റുമാർ തന്നെയാണ്. അമ്മ വരയ്ക്കും, അച്ഛൻ ശില്പിയാണ്. അച്ഛനും പണ്ട് വരച്ചിരുന്ന ആളാണ്. മിനോൺ ഇപ്പൊ 22 വയസ്സായി. എനിക്ക് 22 വയസ്സ്. ഇനിയിപ്പോ എത്ര നാള് നമ്മൾ കാത്തിരിക്കണം താങ്കളുടെ വിവാഹത്തിന്? അറിയില്ല, എനിക്കറിയില്ല. പ്രണയമുണ്ട്, ഉറപ്പായിട്ടും ഉണ്ടാവണമല്ലോ. കാരണം ഒരു കലാകാരൻ, ഒരു ശില്പി, അത് മാത്രമല്ല ഒരു ചിത്രകാരൻ എന്നും കൂടെ പറയുമ്പോഴത്തേക്ക് മനസ്സിലൊരു ചിത്രമുണ്ട്. അതൊരു രവിവർമ്മ ചിത്രമാണോ അതോ ആരുടെ ചിത്രമാണ് മനസ്സിൽ? ഉണ്ട്, മനുഷ്യനാണല്ലോ, ഉണ്ടാവണം. ഉണ്ടായില്ലെങ്കിൽ അത് എറണാകുളത്ത് തന്നെയാണോ? ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ട്? ഇത് പൈസ കിട്ടുന്ന ചോദ്യമാണോ? എന്ത് വേണേ തരാം. എന്നാ പൈസ എനിക്ക് വേണ്ട. താങ്കളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് സ്കൂളിൽ പോയിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അതെ, അത് വലിയ ക്രെഡിറ്റ് ആണോ? എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ക്രെഡിറ്റ് ആണ്. കാരണം ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ അച്ഛനും അമ്മയും സ്കൂളിൽ വിടണ്ടാന്ന് തീരുമാനിക്കുന്നിടത്തായിരുന്നു. അവർ വിദ്യാഭ്യാസ പ്രവർത്തകരൊക്കെ കൂടി ആയിരുന്നു. അവർ സ്കൂളിൽ വിടണ്ടാന്ന് തീരുമാനിക്കുന്ന, അവർക്ക് അങ്ങനെയുള്ള കുറേ കാഴ്ചപ്പാടുകളുടെ പുറത്തു കൂടിയായിരുന്നു. അവർക്ക് നല്ല രീതിയിൽ റൈസ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസത്തിൻ്റെ ബേസ് അവർ തന്നെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഒരു 10 വയസ്സിന് ശേഷം സ്കൂളിലേക്ക് അവർക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വിടാനുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. പഠിപ്പിച്ച അച്ഛനും അമ്മയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. 10 വയസ്സ് വരെ അവർ സ്കൂളിൽ പോയിട്ടില്ല. 10 വയസ്സ് വരെ നമ്മളെ യാത്ര ചെയ്യാനും കാട് കാണിക്കാനും കുറേ ട്രാവൽ ചെയ്യിക്കുകയൊക്കെ, പിന്നെ എഴുതാനും വായിക്കാനും ഒക്കെ നമ്മൾ ആ സമയപ്പോഴേക്കും പഠിച്ചിട്ടുണ്ടായിരുന്നു. വായന അത്യാവശ്യം അവർ നമുക്ക് പകർന്നു തന്നിട്ടുണ്ടായിരുന്നു. അവർ വലിയ വായനക്കാരാണ്. പഠിക്കാൻ ഇഷ്ടമുള്ള മനുഷ്യരായിട്ട് അവർ നമ്മളെ വളർത്തി എന്നുള്ളതാണ്. അല്ലെ, എങ്ങനെയായാലും അവരെ കാണിച്ചിരുന്ന തറ പറ എന്ന് അവർ പറഞ്ഞാലേ നമുക്ക് പറ്റത്തുള്ളൂ. അങ്ങനെയും പറഞ്ഞു തന്നില്ലേ? ഇതിനകത്ത് കുറച്ച് വ്യത്യാസമുണ്ട്. ഈ തറ പറ എന്നെങ്ങനെയാണ് എഴുതാൻ പറ്റുകയെന്ന് ഞാനാണ് ചോദിക്കുന്നതെങ്കിലോ, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? നിങ്ങൾ എന്താ ഈ പുസ്തകത്തിൽ നോക്കി ഇങ്ങനെ നിങ്ങൾക്കിത് വായിക്കാൻ പറ്റുന്നത്? എങ്ങനെയാ തറാന്ന് എഴുതുന്നത്? എങ്ങനെയാ പറന്ന് എഴുതുന്നത്? ഇതൊക്കെ എല്ലാ കുട്ടികൾക്കുള്ള സംശയമാണ്. നമ്മൾ അവിടെ ഒരിക്കലും അത് മീനോട് അങ്ങനെ ചോദിച്ചു. യെസ്, അങ്ങനെ ചോദിച്ചപ്പോൾ അവർ എഴുതി കാണിച്ചു. ചോദിച്ചിട്ടുണ്ടായിരുന്നിരിക്കണം. കാരണം അതിനുശേഷം അവർ എൻ്റെ ജീവിതത്തിൽ മൊത്തത്തിൽ അവർ പിന്തുടർന്ന് വന്നിട്ടുള്ള അവരൊരു രീതി എന്ന് പറയുന്നത്, ഞങ്ങളുടെ സംശയങ്ങളെ ഒരിക്കലും മൈൻഡ് ചെയ്യാതിരിക്കുന്ന ആൾക്കാരായിരുന്നില്ല അവർ. നമ്മുടെ ഏറ്റവും ചെറിയ ചെറിയ സംശയങ്ങളെപ്പോലും അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുകയും അതിനൊക്കെ അവർ പരമാവധി ഉത്തരം തരാൻ ശ്രമിക്കുകയും അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുകയും അറിയാവുന്നവരെ കാണിച്ചു തരികയൊക്കെ ചെയ്ത്. ഞാൻ അതാണ് രത്ന ചുരുക്കത്തിൽ ഞാൻ ആദ്യം പറഞ്ഞത്. അവർ തന്നെയാണ് ഒരു സ്കൂളിൽ പോകാതെ തന്നെ അച്ഛനും അമ്മയും ഒരു മകനെ വളരെ ഗൗരവത്തോടുകൂടി കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അക്ഷരങ്ങൾ എഴുതി കൊടുത്ത് എല്ലാ വിഭാഗത്തിലുള്ള എങ്ങനെ യാത്ര ചെയ്യണം എന്ന് കൊണ്ട് എത്തിച്ചു 10ാം ക്ലാസ് വരെ. മിനോൺ ഒരു മാതൃകയാണ്. സ്കൂളിൽ പോകാതെ തന്നെ അച്ഛനമ്മമാരുടെ ശിക്ഷണത്തിൽ എല്ലാ പാഠങ്ങളും പഠിച്ചു എന്നുള്ളത് ഞാൻ വലിയൊരു കൈ